الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, പവിത്രമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഇബാദത്തുകളിൽ മത്സരിക്കുവാനുള്ളതാണ്. നമസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ, ഉംറ പോലെ കർമ്മങ്ങളുടെ ഒരു സമ്മേളനമായി കൊണ്ടാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. വിശ്വാസികളെ, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ കടന്നു വരുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ത്യാഗോജ്ജലമായ ചരിത്രങ്ങളാണ്. കഴിഞ്ഞ ഖുതുബയിൽ ആ ഇബ്രാഹിം നബിയിൽ നമുക്കുള്ള പാഠങ്ങളെ നമ്മൾ മനസ്സിലാക്കിയവരാണ്. വിശ്വാസികളെ, ആ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ പിൻപറ്റുന്ന ഒരു വിശ്വാസിക്ക് ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കുവാനുള്ള വിഷയം എന്നുള്ളത് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവനായിരുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പ്രാർത്ഥനകളും ആരാധനകളും പരീക്ഷണത്തിന്റെ മേൽ പരീക്ഷണങ്ങൾ കടന്നു വന്നപ്പോഴും തൗഹീദിൽ ഒരു ലാഞ്ചന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടായിത്തീരുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ
ജീവിതത്തിൽ വിജയങ്ങളും നേട്ടങ്ങളും ആഗ്രഹിക്കുന്ന നമ്മളോട് പരിശുദ്ധമായ പവിത്രമായ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ തൗഹീദിനെ ഉൾക്കൊള്ളുവാൻ, ആ തൗഹീദ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ നേടിയെടുത്താൽ അവൻക്കുള്ള ബെനിഫിറ്റുകളെ, നേട്ടങ്ങളെ കുറിച്ച് അവൻ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമായി കൊണ്ടുള്ള ഘടകമാണ്. വിശ്വാസികളെ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത് ഇരു ലോകങ്ങളിലും, ദുനിയാവിലും പരലോകത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകി നമ്മെ അനുഗ്രഹിക്കും. നോക്കൂ, നിങ്ങൾ ചെറുതായ നിലകൊന്ന് ശക്തമായ മഴ ഒന്ന് അധികരിച്ചപ്പോ, കാറ്റടിച്ചപ്പോ, ഒന്ന് ശക്തമായി പേമാരികൾ പെയ്തിറങ്ങിയപ്പോ നമ്മുടെ നാടുകളിൽ ഉണ്ടായ ചെറിയ ചെറിയ ചില അപകടങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടു, അല്ലെ? ശക്തമായ മഴ വരുന്നതിന്റെ മുമ്പേ നമ്മൾ ഭീതിയിലാണ്. വിശ്വാസികളെ, ഈ ഒരു അവസരത്തിൽ വിശ്വാസിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മാർഗം എന്നുള്ളത് സത്യവിശ്വാസം ഉൾക്കൊണ്ട് ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒന്നിനെയും പങ്കുചേർക്കാതെ അല്ലാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ ഒരു ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാണോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അടിയുറച്ചുകൊണ്ടുള്ള വിശ്വാസം വേണം. ലാഞ്ചനയില്ലാത്ത വിശ്വാസമായിരിക്കണം. ആ വിശ്വാസത്തിൽ ഒന്നിനെയും കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് സമാധാനമുള്ളത്. വഹും മുഹ്തദൂൻ, അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചത്. എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ! ആ തൗഹീദിലാണോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആലോചിക്കണം. നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബക്കാരും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളും ആ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വന്നപ്പോ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് നമ്മുടെ കുടുംബക്കാർ തിരിഞ്ഞോ, നമ്മുടെ മാതാപിതാക്കൾ തിരിഞ്ഞോ, നമ്മുടെ മക്കൾ തിരിഞ്ഞോ? പ്രിയപ്പെട്ടവരെ, നമ്മളാണ് ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. അപ്പൊ ബെനിഫിറ്റ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ഇരു ലോകങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർഭയത്വം നൽകുമെന്നുള്ളതാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, തൗഹീദുള്ള ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സത്യവിശ്വാസത്തെ പ്രിയമുള്ളതാക്കി കൊടുത്തു എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ മക്കളോട് ഒരു ഇഷ്ടമുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിനോട് നമുക്കൊരു ഇഷ്ടമുണ്ട്, അല്ലേ? എന്നാൽ ഒരു വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് എങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശ്വാസത്തോട് ഒരു കൂട്ടുകൊടുക്കും, ഒരു സ്നേഹം ഇട്ടുകൊടുക്കും. മാത്രമല്ല, അധർമ്മത്തോടും തെറ്റിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വെറുപ്പുള്ളതാക്കി കൊടുക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും. എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ! അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിശ്വാസത്തോട് പ്രിയമുള്ളതാക്കുകയും വസയ്യനഹു ഫീ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് അലങ്കൃതമായി തോന്നിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. അത് വിശ്വാസിക്കുള്ള ഗുണമാണ്. ആ വിശ്വാസത്തോടുള്ള സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ ജുമാക്ക് നമ്മളെ നേരത്തെ പള്ളിയിലേക്ക് എത്തിക്കുന്നത്. ആ വിശ്വാസത്തോടുള്ള സ്നേഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് റബ്ബ് നമുക്ക് നൽകിയത്. അപ്പൊ നമ്മൾ അല്ലാഹുവിനോട് എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി കൊണ്ട് എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വിനീതമായ ഭാവത്തോടുകൂടി റബ്ബിലേക്ക് അടുക്കുകയും ചെയ്യണം. വിശ്വാസത്തെ ഇഷ്ടമുള്ള ആളുകൾക്ക് അല്ലാഹു കൊടുത്തൊരു ഗുണമാണ്.
മാത്രമല്ല കേട്ടോ, വകറഹ ഇലൈകുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അവിശ്വാസവും അധർമ്മവും അനുസരണക്കേടും നിങ്ങൾക്ക് അവൻ അനിഷ്ടകരമാക്കുകയും ചെയ്തിരിക്കുന്നു. അത് വിശ്വാസിക്ക് അല്ലാഹ് കൊടുക്കുന്ന ഒരു ഫദലാണ്. അവർക്ക് അധർമ്മത്തോടും അതുപോലെ തന്നെ അനുസരണക്കേടിനോടും അവിശ്വാസത്തോടുമെല്ലാം ഒരു അനിഷ്ടകരം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, തൗഹീദ് അനുസരിച്ചുകൊണ്ടുള്ള ആ ജീവിതത്തിലൂടെ കടന്നുപോയ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാത നമ്മൾ കൃത്യമായി പിൻപറ്റേണ്ടതുണ്ട്. മൂന്നാമത്തെ ഗുണം എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തും. ദാരിദ്ര്യമുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ചാരങ്ങളിലേക്കും മക്കുപറകളിലേക്കും അതുപോലെ തന്നെ തകിടും കേരസും ഒക്കെ ശരീരത്തിൽ കെട്ടി നടക്കുന്ന വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ചാരം മുക്കിയ തുണിയൊക്കെ കെട്ടി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രക്ഷ നൽകുക എന്ന് പറഞ്ഞത് ചില്ലറ വിഷയമല്ല. ദുനിയാവിലെ ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ നിന്ന്, ഏതെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ ആ മനുഷ്യനോട് നമുക്കുള്ള സ്നേഹം എത്രയാണ് പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനോട് നമുക്കുള്ള ആദരവ് എത്രയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ എത്ര ആളുകളോടായിരിക്കും ആ ഒരു വിഷയം നമ്മൾ പറയാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, മാലികുൽ മുലൂക്കാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. ഇതെന്താ നമുക്ക് ഉദാഹരണം? ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലേ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഒക്കെ പ്രബോധന രംഗത്ത് സഹിച്ച ത്യാഗങ്ങളെ ചരിത്രത്തിന്റെ ശകലങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഫിറഔനും കൂട്ടരും തങ്ങളെ പിടിക്കുവാൻ വരുന്ന സന്ദർഭങ്ങളിലൂടെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ വിശ്വസിച്ച അനുയായികളും കൂടി കടന്നു പോവുകയാണ്. യുദ്ധഭീതി പരത്തുന്ന ഏറെ സംവിധാനങ്ങളുള്ള ഏറെ ആളുകളുള്ള ഫിറഔനും കൂട്ടരും തങ്ങളെ പിടിക്കുവാൻ വേണ്ടി വരുന്ന രംഗമാണ്. പുറകോട്ട് നോക്കുമ്പോ ഇവരെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും കൂട്ടരും കാണാൻ. മുന്നിലോ ആർത്തിരക്കുന്ന ഒരു സമൂഹം, കൂടെയുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകള് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, മൂസാ, അവര് നമ്മളെ പിടികൂടുകയില്ലേ? നമുക്ക് രക്ഷപ്പെടാൻ ഒരു വകുപ്പ് കാണുന്നില്ലല്ലോ, അവർ നമ്മെ പിടികൂടിയില്ലേ എന്ന് പറയുന്ന സന്ദർഭങ്ങളിലതാ പ്രിയപ്പെട്ടവരെ, തൗഹീദിന്റെ അചഞ്ചലമായ വാഗ്ദാനം, തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിച്ച ഒരു പ്രവാചകന്റെ, ആ പ്രവാചകന്റെ നാവിൽ നിന്ന് വരുന്ന വാചകം എന്തെന്നറിയുമോ? എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും എന്നുള്ളതാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വടി കൊണ്ട് ആ സമുദ്രത്തിൽ അടിക്കുകയും ആ സമുദ്രം ഒരു യാത്രക്ക് പോകുവാൻ ഉതകുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തുറന്നു കൊടുക്കുകയും അങ്ങനെ അവർ വിശ്വസിച്ച ആളുകൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അതിൽ നിന്ന് രക്ഷപ്പെട്ട ചരിത്രവും പ്രിയപ്പെട്ടവരെ കുഞ്ഞുനാൾ മുതൽ പഠിച്ച് മനസ്സിലാക്കിയ വ്യക്തികളാണ് നമ്മളോട് വിളിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിന്റെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും ഇതുപോലെ ഒരു തുറസ്, ഒരു രക്ഷ എനിക്കും നൽകുമെന്നുള്ള ബോധം നമ്മുടെ ഹൃദയത്തിലില്ലാത്തത് നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രം നമുക്കറിയാം. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കടലിലേക്ക് എടുത്തെറിഞ്ഞ സന്ദർഭത്തിൽ ആ സമുദ്രത്തിന്റെ ഉള്ളിൽ ചെന്ന് ആ സമുദ്രത്തിൽപ്പെട്ട ഏറ്റവും വലിയ സ്വാഹിബുൽ ഹൂത്ത് എന്ന ചരിത്രം പരിചയപ്പെടുത്തിയ പ്രവാചക വിജയനാണ്, അല്ലേ? വലിയൊരു തിമിംഗലത്തിന്റെ വയറ്റിലേക്ക് കൊണ്ടുവരാൻ ഒന്ന് ആലോചിച്ചോക്കാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരല്പനേരം ഒരു മുറിയുടെ ഉള്ളിൽ നമ്മെ ആരെങ്കിലും പൂട്ടിയിട്ടാൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ലോക്കായിരുന്നാൽ നമുക്കുണ്ടാകുന്ന വേദന എത്രയാണ്?
നമുക്കുണ്ടാകുന്ന പ്രയാസം എത്രയാണ്. ആ ഒരു സന്ദർഭത്തിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ ആരാധ്യനില്ല റബ്ബേ, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, പടച്ചോനെ ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നവനാണ്, എനിക്ക് രക്ഷ നൽകണമെന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ആ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ചരിത്രം പഠിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോ എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരുമെന്നുള്ള ബോധം നമ്മുടെ ഹൃദയത്തിൽ വരാത്തത് അചഞ്ചലമായ തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അത് നമ്മൾ കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രകൃതം പ്രിയപ്പെട്ടവരെ എഴിഞ്ഞുപോയ മക്കയിലെ മുശ്രിക്കുകൾക്ക് പോലും അവരുടെ ജീവിതത്തിൽ പോലും ഉണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൻകബൂത്തിലെ 65-ാമത്തെ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയാണ്, ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅഉ അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, എന്നാൽ ആ ബഹുദൈവ ആരാധകരെ കപ്പലിൽ കയറിയാൽ കീഴ്വണക്കം റബ്ബിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ വിളിച്ച് പ്രാർത്ഥിക്കും. കപ്പലിലൊക്കെ കയറി വലിയ പ്രയാസം, അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുന്ന രംഗാണെങ്കിൽ അവർ വിളിക്കാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഫലമ്മാ നജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. നോക്കൂ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കപ്പലിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കരയിലേക്ക് അവരെ എത്തിച്ചു കഴിഞ്ഞാൽ ഇദാ ഹും യുശ്രികൂൻ, അവരാ റബ്ബിലതാ പങ്കു ചേർക്കുന്നു. ഇങ്ങനത്തെ ഒരു പ്രകൃതം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിലേക്ക് അടുക്കുന്ന ഒരു മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. മാത്രമല്ല, തൗഹീദുള്ള വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊണ്ടുള്ള ആധിപത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയാണ്, വഅദല്ലാഹുൽ ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്താണ് വാഗ്ദാനം? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ തീർച്ചയായും ഭൂമിയിൽ അവൻ അവർക്ക് പ്രാതിനിധ്യം നൽകുന്നതായിരിക്കും. രണ്ട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ അന്ന് പറഞ്ഞത്. വഅദല്ലാഹുല്ലദീന ആമനൂ, അല്ലാഹു കരാർ ചെയ്തിരിക്കുന്ന വാഗ്ദാനം എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിശ്വാസികളാകണം, വിശ്വാസം മൂലമുള്ള ആളുകളാകണം. മാത്രമല്ല സൽക്കർമ്മങ്ങളെ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കണം. പരിശുദ്ധമായ റമദാനിൽ, അല്ലെ, പരിശുദ്ധമായ റമദാനിൽ നമ്മളൊക്കെ ജീവിതം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? ഇപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമുക്കൊരു കൃത്യമായ ഒരു പ്ലാനിങ് നമുക്ക് പരിശുദ്ധമായ റമദാനിലേക്കായിരുന്നു. പരിശുദ്ധ ഖുർആനുമായി വലിയ ബന്ധം നമ്മൾ സ്ഥാപിച്ചിരുന്നു, അല്ലെ? പേജൊക്കെ മറിച്ച് പേജിന്റെ എണ്ണവും അതുപോലെ തന്നെ നമ്പറും ഒക്കെ നോക്കി, സൂറത്തിന്റെ പേരൊക്കെ നോക്കി കൃത്യമായ പ്ലാനോടുകൂടി പാരായണം ചെയ്തിരുന്ന നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സൽക്കർമ്മങ്ങൾ ഉള്ളവർക്കേ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. ശിർക്ക് ജീവിതത്തിൽ വന്നുപോയാൽ, ശിർക്ക് സംഭവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് കൊടുക്കുന്നത് നരകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശിർക്ക് ചെയ്ത ഒരു മനുഷ്യനും റബ്ബും നാളെ പരലോകത്ത് നടക്കുന്ന ഒരു സംഭാഷണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചിരുന്നു.
ശിർക്ക് ചെയ്ത മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് ഇടുന്ന രംഗമാണ്. ആ രംഗത്ത് ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, അല്ല മനുഷ്യ, ഈ നരകത്തിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം, നിന്റെ അടുക്കലുള്ളതെല്ലാം നീ എനിക്ക് തരാൻ തയ്യാറാണോ? ആ മനുഷ്യൻ പറയും, അല്ലാഹ് എന്നെ രക്ഷപ്പെടുത്തണം. കാരണം എന്താ? ആ നരകത്തിന്റെ ഭീകരത ഒരാൾക്കും പ്രിയപ്പെട്ടവരെ സഹിക്കാൻ കഴിയൂല. ദുനിയാവിലെ ഒരല്പനേരത്തെ ചൂട് സഹിക്കാൻ കഴിയാത്ത നമുക്ക് എങ്ങനെയാണ് 69 ഇരട്ടിയോളം ഭീകരമായ ആ നരകത്തിന്റെ ചൂടിനെ നമുക്ക് സഹിക്കാൻ കഴിയുക? നമുക്ക് എങ്ങനെയാണ് താങ്ങാൻ കഴിയുക? പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയോട് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയാണ്, റബ്ബേ, എന്റെ അടുക്കലുള്ളതെല്ലാം ഞാൻ നിനക്ക് തരാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യരോട് പറയുന്നത് എന്താണെന്നറിയോ? ഇതിനേക്കാൾ നിസ്സാരമായ ഒരു കാര്യമാണ് നിന്നോട് ഞാൻ പറഞ്ഞത്. ഇതിനേക്കാൾ നിസ്സാരമായ ഒരു കാര്യമാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. പക്ഷെ നീ വിസമ്മതിച്ചവനാണ്. അതുകൊണ്ട് നിന്റെ സ്ഥാനം ഇന്ന് നരകത്തിലാണെന്ന് ആ മനുഷ്യരോട് പറയുമെങ്കിൽ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വിട്ടുതരുമ്പോൾ ഒരിക്കലും അല്ലാഹു ഇഷ്ടമില്ലാത്ത മാർഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാൻ പാടില്ല. മഹാനായ ലുഖ്മാനുൽ ഹകീം തന്റെ പൊന്നുമോനോട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉപദേശം, യാ ബുനയ്യ ലാ തുശ്രികു ബില്ലാഹ്, പൊന്നുമോനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ആ ശിർക്ക് എന്നുള്ളത് വമ്പിച്ച അക്രമമാകുന്നു എന്നാണ് ലുഖ്മാനുൽ ഹകീം തന്റെ പൊന്നുമകനെ ഉപദേശിച്ചതായി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ പിൻപറ്റാൻ നമുക്ക് സാധ്യമാകണം. എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം പുലർത്തുന്നവർക്ക് അവർക്ക് ഇഹലോകത്തും പരലോകത്തും ഗുണമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തൗഹീദ് അനുസരിച്ചുകൊണ്ട് ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ പൂർണ്ണമായും പിന്തുടർന്ന് ജീവിച്ചുകൊണ്ട് ഈ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച വ്യക്തികൾക്ക് ലഭിക്കുന്ന ഈ നേട്ടങ്ങളെ, ഈ ഗുണങ്ങളെ, ഈ ബെനിഫിറ്റുകളെ പ്രിയപ്പെട്ടവരെ നേടിയെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. റഹീമായ നാഥൻ നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറെ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവരെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ മില്ലത്തിനെ പിൻപറ്റി ജീവിച്ചു വരുന്ന ആളുകൾക്ക് മാത്രമേ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. തൗഹീദുള്ള വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിലുള്ള സമാധാനവും അതുപോലെ തന്നെ ഈ ലോകത്തും അവർക്ക് വിജയം കൊടുക്കും എന്നുള്ളതാണ്. നമ്മളൊക്കെ ഈ ലോകം നിന്ന് വിട പറഞ്ഞു പോകേണ്ടുന്ന ആളുകളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വാഹനം, നമ്മുടെ വസ്ത്രം, നമ്മുടെ വീട്, ഇതെല്ലാം നമ്മുടേതല്ലാതെയാണ് മാറുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല
സത്യവിശ്വാസികൾക്ക് ഉണ്ടാകുന്ന ഒരു ഗുണത്തെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നതായി കാണുവാൻ കഴിയും. അന്ന് പറയണം, തീർച്ചയായും ഒരു കൂട്ടം ആളുകൾ അവർ പറഞ്ഞിരിക്കുന്നു, റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് റബ്ബാണ്. ആ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, എന്നിട്ട് നേരെ ചൊവ്വേ നിലകൊണ്ടുപോയ ആളുകൾ അള്ളാഹനെ പ്രാർത്ഥിച്ച് അള്ളാഹുവിലേക്ക് വിളിച്ച് തേടി അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ കൂടെ കൊണ്ടുപോയ ആളുകൾ അവർക്കുണ്ടാകുന്ന ഗുണം എന്താണ്? تتنزل عليهم الملائكة ألا تخافوا. അവരുടെ അടുക്കലേക്ക് ആ മലായികത്തുകൾ കടന്നു വരുന്ന രംഗങ്ങളിലൂടെ പറഞ്ഞു പോവുകയാണ്, അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വിശ്വാസികളെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഒരു ഫضലാണ്. മരണവേളയിൽ വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഈ ഒരു ബെനിഫിറ്റ്, ഒരു ഗുണം, പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുമോ? അവർ പറയാൻ, വബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗ്ഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക. ഒരാൾക്ക് കണ്ടിട്ടില്ലാത്ത ആ സ്വർഗ്ഗം, സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച ആ സ്വർഗ്ഗം, ആ സ്വർഗ്ഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷവാർത്ത അറിഞ്ഞുകൊള്ളുക. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അവർ പറയാൻ, ഐഹിക ജീവിതത്തിലും പരലോകത്തിലും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാകുന്നു. വലക്കും ഫീഹാ മാ തസ്തഹീ അൻഫുസുകും. നിങ്ങൾ പരലോകത്ത് നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. വലക്കും ഫീഹാ മാ തദഊൻ. നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് നൽകും. വിശ്വാസികളായ വ്യക്തികൾക്ക് നാളെ പരലോകത്തിൽ ലഭിക്കുന്ന ഒരു ഗുണമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി നമ്മളോട് വന്ന് പറയാണ്, താങ്കൾക്ക് സന്തോഷമുള്ള ഒരു വാർത്ത താങ്കളോട് പറയാനുണ്ട് എന്ന് ഈ ദുനിയാവിൽ ഒരു വ്യക്തി നമ്മളോട് പറയുമ്പോൾ നമുക്കത് കേൾക്കാനും അറിയാനും അത് അനുഭവിക്കുവാനുമുള്ള ആ ഒരു താല്പര്യവും എത്ര ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. അതിനേക്കാൾ വലിയ ഒരു ഗുണമാണ് അല്ലാഹുവിന്റെ മലായികത്തുകൾ നമ്മുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന രംഗങ്ങളിലൂടെ ഒരു നല്ല വ്യക്തിക്ക് അവർ കൊടുക്കുന്ന സന്തോഷ വാർത്തയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണത്തിന്റെ രംഗം ഏത് രൂപത്തിലായിരിക്കണം എന്ന് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിറത്തിനെ നമുക്ക് നന്നാക്കി തീരുമാറാകട്ടെ. തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതത്തെ കാഴ്ചവെക്കുവാനും അതനുസരിച്ചുകൊണ്ട് നാളെ പരലോകം നേടിയെടുക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ആ പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാക്സിമം അല്ലാഹുവിലേക്ക് അടുക്കുന്ന, അല്ലാഹുവിലേക്ക് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആഘോഷിക്കുവാനുള്ള രണ്ട് ആഘോഷങ്ങൾ, ഒന്ന് ഈദുൽ ഫിത്റും അതുപോലെ തന്നെ ഈദുൽ അദ്ഹയുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പെരുന്നാൾ നമസ്കാരം കൃത്യം 7 മണിക്ക് നമ്മുടെ പള്ളിയിൽ വെച്ച് നമ്മൾ നടത്തും. ഇൻഷാ അല്ലാഹ് എല്ലാവരും കുടുംബസമേതം നമ്മുടെ പള്ളിയിൽ എത്തിപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖും ആരോഗ്യവും ആയുസ്സും നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ദിവസം തന്നെയാണ് ഇൻഷാ അല്ലാഹ് 8:30 മണിക്ക് നമ്മൾ ഉലൂഹിയ്യത്ത് കർമ്മം നമ്മൾ നിർവഹിക്കുന്നത്. നമ്മുടെ ജലീൽ സാഹിബിന്റെ വസതിയിലുള്ള പറമ്പിൽ വെച്ചായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ അത് നിർവഹിക്കുന്നത്. അപ്പൊ അതിന് ഷെയർ കൂടി ആളുകളൊക്കെ ഒരുപാട് ആളുകളുണ്ട് എന്നാണ് നമുക്ക് കേൾക്കാനിടയായത്. 2-3 ഒരുപാട് ഇടങ്ങൾ ഉണ്ട് എന്നുള്ള അറിവും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ നമുക്ക് കൃത്യമായ ചില ബാധ്യതകളുണ്ട്. നമ്മൾ ഷെയർ കൂടി അതൊക്കെ ബാക്കിയുള്ള ആളുകള് നോക്കിക്കോളും എന്നുള്ള ആ ഒരു രൂപത്തിൽ നമ്മൾ തിരിയാതെ
ആ മൃഗത്തെ കൊണ്ടുവന്നോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ആ മൃഗം എന്തെങ്കിലും കഴിച്ചോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ആ മൃഗത്തിന് എന്തെങ്കിലും ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ അറിയണം. ഇങ്ങനെയൊക്കെ നമ്മൾ അതിനെ ഊട്ടി പോറ്റി വളർത്തി നല്ല രൂപത്തിൽ അതിനെ കൊണ്ടുവന്നതിന് വെള്ളവും അതുപോലെ തന്നെ പുല്ലുമൊക്കെ കൊടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിനെ ബലിയറുക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അതിന്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ മാംസമോ രക്തമോ അല്ലാഹുവിന് ആവശ്യമില്ല, നിങ്ങളിൽ നിന്നുള്ള സൂക്ഷ്മതയാണ് അള്ളാഹ്ക്ക് വേണ്ടത് എന്നാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ അന്വേഷണങ്ങളും അതിലേക്കുള്ള എല്ലാ പങ്കാളിത്തവും ഉണ്ടാകണം. അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളും അതിൽ സജീവമായിട്ടുണ്ടാകണം. അതിന്റെ മാംസമൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും വിതരണം ചെയ്യും. അതിലൊക്കെ നിങ്ങളെല്ലാവരും പങ്കുചേർന്നതിന് കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കർമ്മങ്ങളെല്ലാം പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ അതിന്റെ പൂർണ്ണതയോടുകൂടി നിർവഹിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി കൊണ്ടുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തുമാക്കാൻ പെരുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ഇബ്രാഹിം സാഹിബിന്റെ ഉമ്മ വളരെ പ്രയാസത്തോടു കൂടി രോഗശൈലി കിടക്കുകയാണ്. അവർ നമ്മളോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മക്ക് നൽകിയ വിപത്ത് എന്തൊരു രോഗമാണോ, എന്തൊരു പ്രയാസമാണോ, അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്തവരെ പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചുകൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. കച്ചവട മേഖലകളിലും നമ്മുടെ സാമ്പത്തിക മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ കുടുംബത്തെ ഏറ്റവും ആദർശ രൂപത്തിലുള്ള കുടുംബമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.